മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആകെ ഒരു കൈപ്പാട് അകലം മാത്രം. വെള്ളക്കെട്ടിന് മുകളിലേക്ക് പൊങ്ങി വന്ന ആ രണ്ട് കൈകൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തിരുവല്ല കേൾക്കുന്നത് വലിയൊരു ദുരന്ത വാർത്തയാകുമായിരുന്നു. എന്നാൽ അവിടെ ദൈവത്തെ പോലെ രണ്ടുപേർ അവതരിച്ചു. 65 വയസ്സുള്ള ഇന്ദിരാമയ്ക്ക് അവർ നൽകിയത് ഒരു പുനർജന്മമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ തിരുവല്ല കിഴക്കുമുറിയിലാണ് സിനിമാ കഥകളെ പോലും വെല്ലുന്ന ഈ സംഭവം നടന്നത്. വാഴയിൽ പടിക്കൽ സ്വദേശിയായ ഇന്ദിരാമ ക്ഷേത്രത്തിലെ ആവശ്യത്തിനായി എരിക്കു പറിക്കാൻ വേണ്ടിയാണ് ആളൊഴിഞ്ഞ പ്രദേശത്തെ ആ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങിയത്. എന്നാൽ അപ്രതീക്ഷിതമായി അവർ ആഴങ്ങളിലേക്ക് മുങ്ങി താഴുകയായിരുന്നു. ശ്വാസം കിട്ടാതെ കരയാൻ പോലും ആവാതെ ആ അമ്മ മരണത്തോട് പോരാടി. ആ സമയമാണ് ഒരു കാർ ആ വഴി കടന്നുപോയത്. ഉള്ളിൽ 2 പേരുണ്ടായിരുന്നു. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ വെറും 19 വയസ്സുകാരൻ അഭിനവും ബന്ധുവായ സുനീഷ് കുമാറും. പെട്ടെന്നാണ് ആളൊഴിഞ്ഞ ആ വെള്ളക്കെട്ടിൽ ഒരു കൈ മാത്രം പൊങ്ങിത്താഴുന്നത് അഭിനവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റൊന്നും ആലോചിക്കാതെ വണ്ടി നിർത്തിയ ഉടനെ 19കാരനായ അഭിനവ് ആ വെള്ളക്കെട്ടിലേക്ക് ഒരൊറ്റ ചാട്ടം. ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ആ അമ്മയുടെ അവസാന ശ്രമമായിരുന്നു അത്. വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഇന്ദിരാമയെ അഭിനവ് തൻ്റെ ചുമലിലേറ്റി പകുതിയോളം നീന്തി. പിന്നാലെ സുനീഷ് ഒപ്പം ചേർന്നതോടെ ആ അമ്മയെ അവർ സുരക്ഷിതമായി കരക്കെത്തിച്ചു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഇന്ദിരാമയും കുടുംബവും.